കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും സുനന്ദയും ചക്രവാണിയും രഹസ്യമായി കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടെന്നാ നാട്ടിലെ സംസാരം. അവനെങ്ങനെ എന്റെ മോളെയും തട്ടിക്കൊണ്ടുപോയി വല്ല രജിസ്റ്റർ ഓഫീസിലും വെച്ച് കല്യാണം നടത്തിയാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചക്രവാണി നമ്മുടെ പെങ്കൊച്ചിനെ കെട്ടോ കെട്ടൂലേ എന്നും പറഞ്ഞ് ചിങ്ങം വരെ കാത്തിരുന്നിട്ട് കാര്യമില്ല. അതിനു മുമ്പ് സുനന്ദ കുഞ്ഞിനെ വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ നമ്മൾ ജയിച്ചു. അതെ, എത്രയും പെട്ടെന്ന് സുനന്ദയുടെ കല്യാണം നടത്തുന്ന ആ ബുദ്ധി. അത്ര പെട്ടെന്ന് അവൾക്ക് വെച്ച് ചെറുക്കനെ തട്ടിയെടുക്കാന്നൊക്കെ പറഞ്ഞ തപ്പി നടക്കുന്ന എന്തിനാ? ആളിവിടെ തന്നെ നിൽക്കല്ലേ. ആര്? ഞാൻ. അതിലും പേര് അവന് ഇട്ടിച്ചു കൊടുക്കുന്നതല്ലേ. ആ ശുരകം പപ്പു പാതി മീശയില്ലാതെ നടക്കുന്നത് മുതലാളിക്ക് കാണണമെങ്കിൽ മതി. സാർ, അവിടെ ഇരിപ്പുണ്ട്, പോയി മതിയാവോളം സംസാരിച്ചോ. കൊള്ളാലോ, ആ സാബിനെ എങ്ങനെ വശത്താക്കി എടുത്തു? ഇനി സാബിന്റെയും ജപ്പാന്റെയും ശല്യം ഉണ്ടാവില്ല. രണ്ടുപേരും നമ്മൾ വരച്ച വരെ നിൽക്കും. അച്ഛൻ പ്രശ്നങ്ങൾ സീരിയസ് ആക്കിക്കൊണ്ട് വരികയാ. എനിക്കങ്ങ് പേടിയായി തുടങ്ങി. അമ്മാവന്റെ അനുവാദത്തോടുകൂടി നമ്മുടെ വിവാഹം നടക്കണമെന്ന എന്റെ ആഗ്രഹം. അവസാന നിമിഷം വരെ നമുക്ക് അതിനെ ശ്രമിച്ചു നോക്കാം. അച്ഛന്റെ വാശി ഇതുവരെ കുറഞ്ഞിട്ടില്ല. നാളെ എന്നെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. അച്ഛൻ വാശിയുടെ പേരിൽ അതെങ്ങാനും ഉറപ്പിച്ച. വിഷമിക്കാതിരിക്കുക. നാളെ തന്നെ പെണ്ണ് കാണൽ അലസിപ്പിരിഞ്ഞാ പോരെ. അതിനുള്ള വിദ്യയൊക്കെ ഞാൻ ഒപ്പിച്ചോളാം. മോളെ, ടൈമായി. ലവിന് ഒരു ലിമിറ്റ് ഉണ്ട്. എനിക്കും ഇതുപോലൊരു മീറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? റെഡിയാക്കാം. ഓക്കെ. അതെ, 2500 എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല. 2000 ഒരു പൈസ കൊടുക്കുന്നില്ല. എങ്ങനെയെങ്കിലും വേറെ പശു നോക്ക്. പോ. കോളല്ലോ ഒത്തോ ഭാസ്കര. എന്താ രാവിലെ ചക്രത്തില്? അതെ, വാസുവേട്ടന്റെ പശുവിനെ വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയാ. ഒരു പാർട്ടിയെ കൊണ്ട് കാണിച്ച് വില കൊണ്ടിറക്കുന്നില്ലെന്ന്. കുഴപ്പമില്ല, സുനന്ദിനിയെ നോക്കാൻ നാളെ ഒരാൾ വരുന്നുണ്ട്. സുനന്ദിനിയോ? പശുവിന്റെ പേരാണേ. അത് ശരി. ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേരാണോ പശുവിനെ ഇട്ടിരിക്കുന്നത്? ഗുണശേഖരൻ അമ്മാവനോടുള്ള വൈരാഗ്യം കൊണ്ട് ഇത് വാസോട്ട മനപ്പൂർവ്വം ഇട്ടതാനേ വഴിയുള്ളൂ. നിന്റെ പെണ്ണിന്റെ പേര് സുനന്ദനല്ലേ? ഇത് സുനന്ദിനി. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിയാ, കാഴ്ചക്ക് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങോട്ടുള്ള കളിയൊന്നും വേണ്ട. അതിരിക്കട്ടെ, പ്രേമത്തിന്റെ ഡെവലപ്മെന്റ്സ് എവിടം വരെയായി? ചിങ്ങം കഴിയാൻ അധികം നാളില്ല. അച്ഛന്റെ പാതിമീശ പോകുമോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ ഒരു പാർട്ടി സുനന്ദയെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. എന്തെങ്കിലും പണി ഒപ്പിച്ച് അത് മുടക്കിയേ പറ്റൂ. രാവിലെ ഞാൻ ഫ്രീ അല്ല. അക്കരെ നിന്ന് സുനന്ദിനെ വാങ്ങാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. എടാ, എനിക്കൊരു ഐഡിയ. എന്താ? പശുവിനെ വാങ്ങാനാണോ? നാളെ പശുവിനെ വാങ്ങാൻ വരുന്നവരെ വീട് മാറ്റി പറഞ്ഞ് പെണ്ണ് കാണിക്കാൻ കയറ്റണം. പെണ്ണ് കാണാൻ വരുന്നവരെ പശുവിനെ വാങ്ങാനും കയറ്റണം. അയ്യോ, അപ്പന്റെ കച്ചവടം. ആ ഒരു കച്ചവടം അലസിക്കോട്ടെ. വേണമെങ്കിൽ പശുവിനെ വിറ്റ് കിട്ടുന്ന നക്കാപ്പിച്ച കമ്മീഷൻ നീ എന്റെ കടയിൽ വന്ന് ഷേവ് ചെയ്ത് തീർത്തോ. എങ്കിലൊക്കെ. പക്ഷെ ഷേവ് ചെയ്ത് ആൾക്കാരുടെ മുഖം ഒന്നും മുറിക്കരുത്. ഞാനല്ലേ? എനിക്കല്ല. അല്ല, നീ തന്നെ ഷേവ് ചെയ്യണം. കേറ്. ബ്രേക്കില്ല. സൈക്കിൾ എവിടെ? സൈക്കിൾ എവിടെയാണോ? സൈക്കിൾ പോയത്. ഓ പ്രിയേ പ്രിയേ, നീ കൂടെ പറഞ്ഞ പ്രിയേ പെണ്ണ് കാണാൻ വരുന്ന കക്ഷികളാണെന്ന് തോന്നുന്നു. ഇവരെ ഞാൻ മാനേജ് ചെയ്തോളാം. പശുവിന്റെ പാർട്ടി വരുമ്പോ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചിട്ടി കമ്പനി നടത്തുന്ന ഗുണശേഖരന്റെ വീട്ടിലേക്കല്ലേ? അതെ, ഞാൻ അദ്ദേഹത്തിന്റെ അനന്തരവനാ. പതുക്കെ വഴി തെറ്റണ്ടാന്ന് കരുതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുട്ടിയുടെ അച്ഛനില്ലേ? അച്ഛൻ തൊഴുത്തിലുണ്ട്. അതെയോ? നിങ്ങൾ അകത്തോട്ട് കയറിയില്ലേ? ഞാൻ ഇപ്പൊ വരാം. പാസ്വേട്ടാ, ഇതാര് ചക്കുവാ? പശുവിനെ വാങ്ങാനുള്ള പാർട്ടികൾ വന്നിട്ടുണ്ട്. ഞണ്ട് ഇത്തിരി തിരക്കിലായതുകൊണ്ട് എന്നെ കൂട്ടി വിട്ടതാ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചോണം. അത് ഞാനേറ്റു. പിന്നെ വന്നിരിക്കുന്ന പാർട്ടികൾ അല്പം പുങ്കന്മാരാ, സൽക്കാരപ്രിയരും. അതുകൊണ്ട് മോളുടെ അടുത്ത് കുറച്ച് ചായയൊക്കെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ അവർ ഹാപ്പി ആയിട്ട് പശുവിനെ എന്താ ഇവിടെ ഇരുന്ന് കളഞ്ഞത്? പിന്നാമ്പുറത്തേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ. അതെ, പുള്ളി ആള് വളരെ സോഷ്യലാ. മോളെ ചായ ഇങ്ങെടുത്തെ. സുനന്ദിനിയെ കാണാൻ ഇന്നലെ ഒരു പാർട്ടി വന്നിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ തുകയുടെ കാര്യത്തിൽ അല്പ പിശകി, അത്രേ ഉള്ളൂ. ചായ അവര് ചായ വന്നു.
വിവരങ്ങളൊക്കെ ചക്രു പറഞ്ഞു കാണുമല്ലോ. 2 വർഷം മുമ്പ് ഒന്ന് പ്രസവിച്ചതാ. ആ പ്രസവത്തോടു കൂടി കുട്ടി ചത്തുകയും ചെയ്തു. എന്നേരത്തെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ പറയുമ്പോ എല്ലാം തുറന്ന് പറയണമല്ലോ. ഒറ്റയ്ക്ക് വിട്ട പ്രശ്നമാണ്. എന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ടേ വരൂ. ഇന്നാള് പറമ്പിൽ വെച്ച് അപ്പുറത്തെ കുര്യാക്കോസുമായിട്ട് അവസാനം കുര്യാക്കോസ് ഉഴുതുണിയില്ലാതെ ഓടിയത്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല. ഈ കാണുന്ന സ്വത്ത് മുഴുക്കെ അവളെ അവളുടെ തള്ളയും വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ. തള്ള ചത്തുപോയി, ഇദ്ദേഹത്തിന്റെ ആരോഗ്യം പോയി. ഇപ്പോ സുനന്ദയാണ് ഈ വീട്ടിലെ ഏക വരുമാനം. ഉള്ളത് പറയാലോ, അവളെ കൊണ്ട് നിങ്ങൾക്കും 10 കാശുണ്ടാക്കാം. നിങ്ങൾ ഇത്ര മാറിയാണ് ഞങ്ങൾ അറിഞ്ഞില്ല. ആരാണ് മാറി? നീ പോക്കത്തരം പറഞ്ഞാലുണ്ടോ ആർട്ടിന്റെ അല്ല ചേട്ടാ, പശുവിനെ വെച്ച് 10 കാശുണ്ടാക്കുന്ന ചെറ്റത്തരാണോ? നമ്മുടെ പശുവിന് അവന് കൊടുക്കുന്നില്ല. അത് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞേച്ചിട്ട് വന്നാണെന്ന് പറയണ്ട. അങ്ങേര് പശുവിന് വില കൂട്ടും. നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കും. ദാരിദ്ര്യമേ പറയാവൂ. പിന്നെ വില കുറച്ച് കിട്ടാനൊരു വഴിയുണ്ട്. സുനന്ദ എന്നാണ് പശുവിന്റെ പേര്. മൂപ്പര് സ്നേഹിച്ചും ലാളിച്ചും വളർത്തിക്കൊണ്ട് മോളെ എന്ന് സുനന്ദന് മാത്രമേ പശുവിനെ വിളിക്കാറുള്ളൂ. നിങ്ങളും അങ്ങനെ പറയാവൂ. അല്ലാതെ പശു എന്ന് പറഞ്ഞാൽ അങ്ങേര് വില കൂട്ടും. ലതാ വീട് ഈശ്വരനെ ധ്യാനിച്ച് കുറച്ച് കിട്ടും എന്ന് കരുതി പോയി. അത് ഞങ്ങൾ ഏറ്റു. ഈശ്വര, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? ഞങ്ങൾ സുനന്ദയെ കാണാൻ വന്നവരാ. വരണം വരണം. അപ്പൊ ഇതാണല്ലേ കക്ഷി? അതെ, ഇവന് വേണ്ടിയാ. സംഗതി ഇവന് വേണ്ടിയാണെങ്കിലും ഇവന്റെ ചേട്ടന്മാരുടെ ഒരു നോട്ടം കൂടി ഉണ്ടാവും. ഏത്? കൂട്ടുകൃഷി. ഇവൻ പാടുപെട്ടൊരു ബാങ്ക് ലോൺ ഒപ്പിച്ചിരിക്കുക. സുനന്ദയെ വെച്ച് 10 കാശുണ്ടാക്കിയിട്ട് വേണം അത് തിരിച്ചടയ്ക്കാൻ. നല്ലതുപോലെ തീറ്റയെ കൊടുത്താണല്ലോ വളർത്തുന്നത്. ഞങ്ങൾ ആരെ ഇവിടെ പട്ടിണി കിടാറില്ല. ഒന്ന് പെറ്റിട്ടുണ്ടല്ലേ? ആര്? സുനന്ദ. ഓക്കെ പറഞ്ഞേ എനിക്കോട്. അല്ല, പെറ്റിട്ടുണ്ടെന്ന് എനിക്ക് കുഴപ്പമില്ല. വീട്ടിൽ കയറി തോന്നിവാസം പറയുന്നവർ അതിന് വേണ്ട പോകാൻ ഒന്നല്ലേ നിന്നെ. ഇന്ന് വണ്ടി എടുത്തില്ലേ? ഇല്ല, നടക്കാന്ന് വെച്ചു. അത് ശരിയാണ്. നടക്കുന്നത് സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ആയുസിനും സർവോപരി മാനസികമായ അടുപ്പത്തിനും ഐക്യത്തിനും വളരെ നല്ലതാണ്. ഐ ലവ് യു. എന്താ? ഞാൻ പങ്കെ സ്നേഹിക്കുന്നു. അയ്യോ, സ്നേഹിക്കുന്നവരെ തമ്മിൽ അകറ്റാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പക്ഷേ അവരെ തമ്മിൽ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യം. അത് ശരി. പ്രേമത്തിന്റെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കി. പങ്കെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും നമുക്ക് വെട്ടിയും പഠിച്ച് ലാവിഷായിട്ട് ജീവിക്കാം. പക്ഷെ അതിനൊരു പട്ടാളക്കാരന്റെ കരുത്തു ആത്മധൈര്യം ഇരിക്കുന്ന പട്ടാളക്കാരനുണ്ടോ ആത്മധൈര്യം? അവൻ വായുവിൽ അലിഞ്ഞില്ലാണ്ടാവും. പക്ഷെ അദ്ദേഹത്തെ ഞാൻ കോൺസെൻട്രേഷൻ ടെസ്റ്റിന് വിധേയനാക്കി. അയ്യോ, അപാര കോൺസെൻട്രേഷൻ തന്നെ. കോൺസെൻട്രേഷൻ ടെസ്റ്റോ? അതെന്ത്? അയ്യോ, അതേയില്ലേ, ഞാൻ പറഞ്ഞുതരാം. കൈ രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിന്റെ ഗ്യാപ്പിലൂടെ എന്റെ ഇരു കൈയിൽ മുട്ടാറ് നായർ സാബ്ദെ ഇങ്ങനെ 100 പ്രാവശ്യം കൈ ഓടിച്ചു. 1, 2, 3, 4, 5. ഭയങ്കര കോൺസെൻട്രേഷൻ, അപാരമായ മെന്റൽ പവർ. അവൻ 100 പ്രാവശ്യമല്ലേ ഓടിച്ചുള്ളൂ. ഞാൻ 1000 പ്രാവശ്യം ഓടിക്കാം. പങ്കെ കൈ ചേർത്ത് പിടിക്ക്. രണ്ടിലും മുട്ടാൻ പാടില്ല. കണ്ണടക്കണം. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. ഒന്ന് മാറി 499, 501, 502, 503, 504. രാവിലെ കണ്ടപ്പോ കുഴപ്പമൊന്നുണ്ടായില്ലല്ലോ. ഈ കമ്പ്യൂട്ടർ കട്ടിങ്ങിൽ പെട്ടെന്ന് കട്ടിലേക്ക് മാറിയതിന്റെ ആഘാതമായിരിക്കോ? ചതിച്ചോ? ദൈവത്തിന് വിളിക്കാതെ നമുക്കൊരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട, വേറെ വഴിയുണ്ട്. 519. എന്റെ ബൈക്ക്, അവന്റെ ഒരു ബൈക്ക് കടയിൽ തുറന്നിട്ട് വഴിവാക്കിൽ ഒന്ന് കോപ്രായം കാണിക്കത്തോടാ. പോടാ അവിടുന്ന് ചെല്ലാൻ.